ഞാൻ പോയി പൈസ സമ്പാദിച്ചിട്ട് വന്ന് ബിസിനസ് തുടങ്ങാം എന്ന് പറയുന്നവർ ഒരു ബിസിനസ് മൈൻഡുള്ളവരാണോന്നും എനിക്കറിയില്ല. ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് തുടങ്ങണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾ ഏത് മേഖലയിലാണോ അവിടെ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തുടങ്ങാനുള്ള ഏതെങ്കിലുമൊക്കെ ചാൻസ് അവിടെ ഇരിപ്പുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മൾ ഫിനാൻഷ്യൽ ഒരു സൈഡ്, എക്കണോമിക്സ് നമ്മൾ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല. അത് അറിഞ്ഞിരിക്കണ്ടേ? സൈനെ, കോസെ, ടാനെ, ലസാഗുവൊക്കെ എന്തിനാണ് ഇതെന്നെ പഠിപ്പിച്ചത് എനിക്കിപ്പോഴും അറിയാം. എനിക്ക് ഇന്നുവരെ ജീവിതത്തിൽ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലുമൊക്കെ അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ വേർതിരിവില്ലാത്തതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ അപാകത എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മുവിനൊരു ബിസിനസ്സുകാരി ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അമ്മു അത് കേരളത്തിൽ തന്നെ തുടങ്ങണമെന്ന് ഞാൻ പറയും. എന്താണെന്നറിയോ? ഇത്രയും അധികം തടസ്സങ്ങളെ നേരിടുന്ന ഒരു സ്ഥലം ലോകത്ത് പറയും. നിങ്ങൾ ഇവിടെയാണ് കച്ചവടം ചെയ്ത് പഠിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി കച്ചവടം ചെയ്യും. അമ്മു എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് പേര് പറയും ഒരു ദിവസം? അതിനേക്കാൾ എത്ര പ്രാവശ്യം ഇലോൺ മസ്കിന്റെ പേര് പറയും? പറയല്ലേ? അതിനേക്കാൾ എത്ര പ്രാവശ്യം ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും പേര് പറയും? ലോകം ഭരിക്കുന്ന ബിസിനസ്സാണ്. അത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അന്ന് നിറഞ്ഞു. ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇൻസൈറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെ മീറ്റ് ദ ലെജൻഡ്സിൽ വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അതായത് പരമ്പരാഗത രീതിയിലുള്ള ഒരു ബിസിനസ്സിനെ കുറച്ച് സ്റ്റൈൽ ചെയ്ത് ടെക്നോളജി എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സക്സസിന്റെ പീക്കിലെത്തിയിരിക്കുന്ന ഫ്രഷ് ടു ഹോമിന്റെ COO ആൻഡ് ഫൗണ്ടർ. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു സർ. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2012 സർ ഫ്രഷ് ടു ഹോമിന് മുന്നേ സീ ടു ഹോം തുടങ്ങുന്നത് അല്ലേ? ഈ സീ ടു ഹോം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഡെലിവറി ആപ്പ് ആയിരുന്നു അല്ലേ? ആ ഒരു സമയത്ത് ഫ്ലിപ്കാർട്ടൊക്കെ ഉള്ളൂ നിലവിൽ. സാറിന് എങ്ങനെ ഒരു ഐഡിയ വന്നു, അതായത് ഞാൻ ഓൺലൈനിൽ മീൻ കച്ചവടം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തോട്ട് സാറിന് എങ്ങനെ വന്നു? അതിനു മുമ്പ് ഉണ്ടായ തോട്ടിൽ നിന്നാണ് അതുണ്ടായത്. അതായത് അതിനു മുമ്പ് ഉണ്ടായ തോട്ട് ഇന്ത്യയിൽ മീൻ കച്ചവടം ചെയ്യണം എന്നുള്ളതാണ്. ഇന്ത്യയിൽ മീൻ കച്ചവടം ചെയ്യുക എന്ന് അന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചിട്ടാണ് എനിക്ക് പെണ്ണ് പോലും കിട്ടിയത്. ഇന്ന് ഒരുപക്ഷെ മീൻ കച്ചവടത്തിന് കുറച്ച് ഗ്ലാമറൊക്കെ വന്നിട്ടുണ്ട്. അന്ന് അങ്ങനത്തെ ഒരു ഗ്ലാമറും ഇല്ലായിരുന്ന, ആർക്കും വേണ്ടാതിരുന്ന, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുന്നവൻ ചെന്ന് ആശ്രയിക്കുന്ന എന്നൊരു ലെവലിലായിരുന്നു മീൻ കച്ചവടം ചെയ്തിരുന്നത്. ആ മീൻ കച്ചവടത്തെ എന്നിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആശയം ഉണ്ടാക്കിയത് എൻ്റെ വൈഫാണ്. അത് ഞാനൊരു 2000 മുതൽ 2010 വരെ സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് 2008 പ്രശ്നമുണ്ടായി, ലോകം മുഴുവനുള്ള ബാധ്യതയുണ്ടായി. കാര്യം ആ സാമ്പത്തിക ക്രൈസിസ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ആ സാമ്പത്തിക ക്രൈസിസ് ബാധിച്ചിട്ടേ ഇല്ല. മറ്റ് രാജ്യങ്ങളെ ബാധിച്ചപ്പോൾ എനിക്ക് അത്രയും വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതെല്ലാം എനിക്ക് വിറ്റ് മാറ്റേണ്ടി വന്നു. കാരണം ഞാൻ കടപ്പുറത്ത് വാങ്ങി, കടപ്പുറത്ത് പൈസ കൊടുക്കാനുണ്ട്. പക്ഷേ നഷ്ടമാണെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കൊടുക്കണ്ടേ. പാവങ്ങൾക്ക് നമ്മൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ. അതിങ്ങനെ വന്ന് എൻ്റെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി തീർന്ന ഒരു സമയത്ത് ഞാനൊരു ബിസിനസ്സുകാരനാകാൻ പ്രാന്ത് പിടിച്ചതിനാണെന്ന് വൈഫിനറിയാം. പക്ഷേ അവസാനമായപ്പോൾ നിവർത്തിയില്ല. ഇനി പഴയ പോലെ എവിടെയെങ്കിലും ജോലിക്ക് പോകണം എന്ന് കരുതി ഒരു ദിവസം വൈഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അത്താഴത്തിൻ്റെ ഇരിക്കുമ്പോഴാണ് വൈഫ് ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ വില കൂടിയ രാജ്യത്ത് നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്? ഈ വില കൂടിയ മാർക്കറ്റിൽ തന്നെ വിറ്റാൽ പോരെ? സത്യം പറഞ്ഞാൽ നമ്മളോട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധനം ഉണ്ടായത് ആ ചോദ്യത്തിൽ നിന്ന്. അപ്പോഴാണ് ഞാൻ ഇന്ത്യൻ സീ ഫുഡ് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കണ്ടതിലൊക്കെ അത്രയോ വലിയ മാർക്കറ്റാണ് ഇന്ത്യയിൽ. അങ്ങനെ ഞാൻ എന്തായാലും ഇതിനകത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഇത് എങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2 സഹോദരങ്ങൾ അന്ന് ഡൽഹിയിലുണ്ടവർ. അപ്പോൾ അവർ ആലോചിച്ചിട്ട് ഞങ്ങൾ ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം 4 സിറ്റികളിൽ 4 കട വീതം 16 ഷോപ്പ് തുടങ്ങാം എന്നായിരുന്നു തീരുമാനം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് എറണാകുളത്തെ MG റോഡിൽ 2 ഷോപ്പുണ്ട് മീൻ വിൽക്കുന്ന. അപ്പം ഞാൻ ആ ഷോപ്പിൽ പോയി ആവശ്യമില്ലെങ്കിൽ 1/2 കിലോ 1 കിലോ മീനൊക്കെ മേടിക്കും. വൈകുന്നേരത്തെ പ്രത്യേകിച്ച് സ്റ്റോക്കിൽ ഇനി എത്ര കിലോ ഉണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നതല്ലാതെ അതല്ല എന്ന് പറയാൻ നമുക്ക് പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞാൻ കട വേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയും, ചില വട്ടൊക്കെയുള്ള ആൾക്കാർക്ക് ചില നേരത്തെ അങ്ങനത്തെ വട്ടളവെന്ന് പറഞ്ഞ മാതിരി. അപ്പോഴാണ് നമുക്ക് ഓൺലൈൻ മീൻ വിറ്റാലോ എന്ന് എൻ്റെ മനസ്സിൽ വന്നത്. അന്ന് എൻ്റെ മുമ്പിൽ ഒരു ഓൺലൈൻ പ്രസ്ഥാനമുണ്ട്, അത് ഫ്ലിപ്കാർട്ടാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്ലിപ്കാർട്ടല്ല, അന്ന് പുസ്തകങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു പുസ്തക ഷോപ്പാണ്, ഒരു ബുക്ക് ഷോപ്പാണ് ഫ്ലിപ്കാർട്ട്. അങ്ങനെയാണ് ഞാനും മീൻ ഓൺലൈനിൽ വിൽക്കാം,
ഫ്ലിപ്കാർട്ട് കണ്ട് ഇൻസ്പയർ ആയി എന്ന് തന്നെ പറയും. ഫ്ലിപ്കാർട്ട് എന്ന് മാത്രമേ എൻ്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു സാധനം എനിക്കറിയാവുന്നുള്ളൂ. എനിക്ക് അറിയില്ലാത്ത ഒത്തിരി ഉണ്ടാവും. എനിക്കറിയാവുന്ന ഒരു ഓൺലൈൻ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടാണ്, പുസ്തകങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ്. പക്ഷെ അതിനകത്തേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്ലിപ്കാർട്ട് വളരെ ഈസിയായ കാര്യമാണ്. 10 പുസ്തകം വന്നാൽ 5 പുസ്തകം വിറ്റാൽ ബാക്കി 5 പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വിൽക്കാൻ പോകുന്ന മീനാണ്. അത് അങ്ങനെ ഒന്നും നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി, പിന്നീട് ബോധ്യപ്പെട്ടു. മീൻ എന്ന് പറയുന്ന ഒരു വിട്ടൊരു കളിയില്ല സാറിന്, അതായത് അതിനോടൊരു പ്രിയം സാറിനുണ്ട് എവിടെയോ. അതെന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രിയം? ഞാൻ ജനിച്ചു വളർന്ന ചേർത്തലയ്ക്ക് അടുത്തുള്ള പള്ളിപ്പുറം എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ ഗ്രാമത്തിന് 2 അതിർത്തികളുണ്ട്. കിഴക്കേ അതിർത്തി വേമ്പനാട്ട് കായലാണ്, പടിഞ്ഞാറ് അതിർത്തി കൈതപ്പുഴ കായലാണ്. ഞാൻ എൻ്റെ വീടിരിക്കുന്നത് കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ മീൻ പിടിക്കാൻ പോകുന്നവരും മീൻ വിൽക്കാൻ പോകുന്നത്, എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ മീൻ രാത്രിയിൽ വലയ്ക്ക് പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടുത്തെ ചേച്ചിമാർ ചരുവത്തിലും കൊട്ടയിലും വെച്ച് വിൽക്കാൻ പോകുന്നവരാണ്. അങ്ങനത്തെ ഒരു സമൂഹമാണ് എൻ്റെ വീടിൻ്റെ ഒരു സൈഡിലുള്ളവർ. ഞങ്ങളൊക്കെ മീൻ പിടിക്കുന്ന വന്നത് ഓല കൊണ്ട് നെയ്തെടുക്കുന്ന പടലെന്ന് പറയും ഞങ്ങൾ. അത് കായലിലേക്ക് തള്ളിയിട്ടിട്ട് അതിൽ നിന്നാണ് അത് ഞങ്ങൾ ഇടയ്ക്ക് വലിച്ചു കയറ്റിയാണ് ഞങ്ങൾ മീൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുനാൾ മുതലേ മീൻ വിൽക്കുന്നവരും മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ എൻ്റെ അമ്മച്ചി വെച്ചൊരു നല്ല രുചിയുള്ള മീൻകറിയെ കൂട്ടി മീനകത്തായിപ്പോയി. ഞാൻ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ത്യയാണ് ദ ബെസ്റ്റ് മാർക്കറ്റ് എന്തിനും. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും ഇപ്പം ചില ആൾക്കാർക്ക് ഒരു ഇത് തോന്നും, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്താൽ പച്ച പിടിക്കും എന്ന് തോട്ടുള്ള നമ്മുടെ ഇടയിൽ തന്നെ പലരും ഉണ്ടാവും. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ഇന്ത്യയാണ് ദ ബെസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തുകൂടെ പച്ച പിടിക്കാം. അതിനുള്ള എല്ലാ വഴികളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരൻ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി നിങ്ങൾക്ക് എത്ര പാക്കറ്റ് ചിലവാകണം? ഒരു ദിവസം 1 ലക്ഷം പാക്കറ്റ് ചിലവായാൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകാലോ അല്ലേ? 1 ലക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ എത്ര ശതമാനമുണ്ട്? അതിനേക്കാളേറെ എന്തോരം പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്തുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇതൊന്നും നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ അതിനെ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, കുറേ നാൾ മുമ്പ് നമ്മുടെ നാട്ടിൽ വല്ല ഫേമസ് ആയി വന്നാണ് നീര. ഇന്ന് നീര എവിടെ പോയി? നീരയുടെ അത്രയും ടേസ്റ്റുള്ള, അത്രയും വിഷാംശമില്ലാത്ത ഒരു പാനീയം ഞാനിതുവരെ കുടിച്ചിട്ടില്ല. പക്ഷെ അതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാനോ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനോ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അതിൻ്റെ ഉൽപ്പാദകർക്ക് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ടാവും. അതിൽ പകുതിയും ചിലപ്പോൾ ഗവൺമെൻറ് സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ട കാരണമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പോളിസികളിൽ മാറ്റം വരുത്തേണ്ടതായിരിക്കാം. പക്ഷെ എന്തായാലും നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഉപയോഗിച്ചില്ല. അതേ പ്രൊഡക്റ്റ് വേറെ രാജ്യത്തായിരുന്നെങ്കിൽ ഞാനൊന്ന് ഉറപ്പിച്ച് പറയാം, കൊക്കോക്കോളയുടെയും പെപ്സിയുടെ ഒപ്പം നീര നിന്നേനെ. അത്രയും നല്ല പ്രൊഡക്റ്റായിരുന്നു അത്. നീര കഴിച്ചിട്ടുണ്ടോ? അത്രയും നല്ല പാനീയമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഒരു എല്ലാത്തിനോടുള്ള അപ്രോച്ച്. അതിപ്പോൾ സാറ് പറയുന്നത് നമ്മൾ ജനങ്ങളുടെ അപ്രോച്ചാണ്. അത് നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇപ്പം കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു മാനുഫാക്ചറിങ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി അല്ല എന്നുള്ള തരത്തിലാണോ അത് ശരിക്കും? അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദിനം പ്രതി ഓരോ ദിവസം ചെല്ലുന്തോറും അതിൽ നിന്ന് നമ്മുടെ നാടും നമ്മുടെ ആൾക്കാരും നമ്മുടെ രാഷ്ട്രീയക്കാരും പതിയെ മാറുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ പോയി, ഞങ്ങളുടെ സ്കുഡിൻ്റെയൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് ബാങ്കോക്ക് പോയിരുന്നു. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടുന്ന് ഞാൻ സാമ്പിൾ എടുത്ത് 2 സാധനം മാങ്ങ, ഒരു ചെനച്ച ടൈപ്പുള്ള മാങ്ങ അരിഞ്ഞ് ഉണക്കി പാക്കറ്റിലാക്കിയിടാൻ. അതുപോലെ നമ്മുടെ നാട്ടിൽ എല്ലാ സാധനവും കൊടുക്കുന്നുണ്ട്. ചക്കയുണ്ട്, പൈനാപ്പിളുണ്ട്, മാങ്ങയുണ്ട്. അങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങളാണ്. പക്ഷെ അത് കോടികളുടെ ബിസിനസ്സാക്കി മാറ്റുവാണ്. നമ്മുടെ നാട്ടിൽ പോലും ചക്കൈ കുറച്ച് നാളായേ ഉള്ളൂ അല്ലേ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ആയി തുടങ്ങിയിട്ട്. ഇനിയും നമുക്ക് ഉപയോഗിക്കാവുന്ന എത്രയോ സാധനങ്ങളിലൂടെ കിടക്കുന്നു. അത് ഞാൻ സാറിനോട് ചോദിക്കാൻ വരുമായിരുന്നു. സാർ ഇപ്പം തിരിച്ചറിഞ്ഞു മീനിന് ഇത്രയും വലിയൊരു എക്സ്പോർട്ട് ഇതുണ്ട്. അതേമാതിരി നമ്മുടെ ഇവിടെ തന്നെ കൺസംഷനിൽ നമ്മൾ ചിലവാക്കുന്നതിലും ഇന്ത്യ സാർ ഒരു നമ്പർ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഹോളിവുഡിനേക്കാളും വലിയ ഇല്ലേ സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്ര മാർക്കറ്റ് പോലും ഹോളിവുഡ് സിനിമ മാർക്കറ്റിനേക്കാളും വലുതാണ്. എത്രയോ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടിയാലാണ് നമ്മുടെ രാജ്യമാകുന്നത്. എത്ര യൂറോപ്പ് മുഴുവൻ കൂടിയാലേ ചിലപ്പോൾ നമ്മുടെ ജനസംഖ്യ എടുപ്പം വരുവാ. അത്രയും വലിയ ജനങ്ങളുടെ നിപ്പില്ലേ. ആ ജനങ്ങളെല്ലാവരും ഒന്ന് വാങ്ങാൻ കഴിവില്ലാത്തവളല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞ മീനൊന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അത്രയും വില കൂടിയ സാധനം വാങ്ങാൻ ഇന്ത്യയിലെ ജനങ്ങൾ കേപ്പബിൾ ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഒന്നും വിറ്റ് മാറ്റാൻ പറ്റിയാൽ അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്.
ഇപ്പം എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ് നിറയെ ഉണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല പ്രൊഡക്ട്സും നമ്മൾ തന്നെ അറിയുന്നില്ല. നമുക്കിപ്പം പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ സ്പൈസ് എല്ലാം കൊണ്ടുപോയപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. അതുപോലെ ഇന്നും പല സാധനങ്ങളും നമ്മൾ അറിയുന്നില്ല ഇതിനൊക്കെ ഇത്രയും ക്വാളിറ്റി വേറൊരു മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത്. അതിനെപ്പറ്റി സാർ എങ്ങനെ കാണുന്നു? ഇപ്പം ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുവാണ്, യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ്, നിങ്ങൾക്ക് ഇതും തുടങ്ങാം. എന്ത് പ്രൊഡക്റ്റ് നമുക്ക് തുടങ്ങാം. ഇപ്പം ഞാൻ പറയാം, ചക്കയുടെ കാര്യം ഞാൻ പറയാം. ചക്ക മാങ്ങയൊക്കെ അവർ അരിഞ്ഞ് ഉണക്കി പാക്കറ്റിലാക്കി വിൽക്കുവാണ്. അതെവിടെ? ഞാൻ വാങ്ങിയത് അവിടുത്തെ എയർപോർട്ടിൽ നിന്നാണ്. ആ എയർപോർട്ടിൽ വരുന്ന ആൾക്കാർ പോലും അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോവാണ്. എയർപോർട്ടിൽ വരെ വിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ അവർ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അവരും ചെയ്യുന്നത്. അതിനൊക്കെ വഴികളുണ്ട്, അതിനെല്ലാം ഉള്ള ടെക്നോളജി ഇന്ന് ലോകത്തുണ്ട്. ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴാണല്ലോ ഞാനൊരു ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ ഞാനൊരു ബിസിനസ്, അതും ഫാമിലിക്കും നമുക്കും ഒക്കെയുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പം വിദേശത്തേക്ക് ഒരു ഒഴുക്കാണല്ലോ നമ്മൾ കാണുന്നത്, കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത്. പോയി വന്നിട്ട് പറയും ഞാനൊരു 8 വർഷം അവിടെ ജോലി ചെയ്ത് സമ്പാദിച്ച് വന്നിട്ട് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണം. ഇങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരു സമൂഹം ഉണ്ട്. സാറിന് എന്ത് തോന്നുന്നു, നമ്മുടെ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര വലിയൊരു എമൗണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് വേണോ ശരിക്കും? ഈ ബിസിനസ് തുടങ്ങുമ്പോഴേ ഇൻവെസ്റ്റ്മെൻറ്റ് ആരാ തീരുമാനിക്കാമെന്നറിയോ? ഞാൻ എന്ത് ബിസിനസ് തുടങ്ങണം, എന്ത് ഇൻവെസ്റ്റ് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ എഴുതി വയ്ക്കുവാണ്, എനിക്ക് ബിസിനസ് തുടങ്ങണേ 10 കോടി രൂപയും ഇന്ന സാധനങ്ങൾ ഉള്ളപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങാം എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്ന ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ബിസിനസ്സുകാരനാകില്ല. ഞാൻ പോയി പൈസ സമ്പാദിച്ചിട്ട് വന്ന് ബിസിനസ് തുടങ്ങാം എന്ന് പറയുന്നവർ ഒരു ബിസിനസ് മൈൻഡുള്ളവരാണോന്നും എനിക്കറിയില്ല. ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് തുടങ്ങണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ എൻ്റെ 15,000 രൂപയുണ്ട്. ഞാൻ തുടങ്ങിയത് സപ്ലയറായിട്ടാണ്, അതായത് സീ ഫുഡ് എക്സ്പോർട്ടേഷന് സപ്ലയറായിട്ടാണ്. സീ ഫുഡ് എക്സ്പോർട്ടേഷന് അന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് കടലിൽ നിന്നുള്ള ചെമ്മീനാണ്, പിന്നെ നെയ്മീൻ, അങ്ങനെ വില കൂടിയ സാധനങ്ങളാണ് കൂടുതൽ എക്സ്പോർട്ട് പോകുന്നത്. അപ്പം ഞാൻ ഈ 15,000 രൂപയും കൊണ്ട് ഇതെങ്ങാൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് പോലും തികയില്ല 15,000 രൂപ. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ഒഫീഷ്യൽ സപ്ലയറായി മാറണമെങ്കിൽ ഏകദേശം ഒരാഴ്ചയെങ്കിലും ആ കമ്പനിയിൽ അടുപ്പിച്ച് സാധനം കൊടുക്കണം, എങ്കിലേ അവനൊരു ഒഫീഷ്യൽ സപ്ലയറായിട്ട് മാറുള്ളൂ. അപ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് കൊടുക്കണമെങ്കിൽ 15,000 കൊണ്ട് ഞാൻ എന്ത് കൊടുക്കും? എന്നാൽ ഞാൻ കുറച്ചൊരു കാശ് ആകട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നാൽ പക്ഷേ ഞാൻ തുടങ്ങാനേ എനിക്ക് പറ്റിയില്ലായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ കണ്ടെത്തിയ സാധനമാണ് കക്ക ഇറച്ചി. ക്ലാം മീറ്റിന് അന്ന് 15 രൂപ വരെയുള്ളൂ. അപ്പോൾ എനിക്ക് 15,000 കൊണ്ട് 1000 കിലോ കക്ക ഇറച്ചി കിട്ടും. എനിക്ക് വേണം ഒരു ദിവസം പോയി 1000 കിലോ കക്ക ഇറച്ചി എടുത്തുകൊണ്ട് വരാം. ഞാൻ എടുത്തില്ല. ഞാൻ 100 കിലോ, 150 കിലോ, 200 കിലോ, 250 കിലോ എടുത്ത് ഞാൻ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ആഴ്ചയായപ്പോൾ അവരെനിക്ക് പൈസ തന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസിനസ് ഒരു 2 മാസത്തോളം ഞാൻ കക്കാർച്ചി മാത്രമാണ് ചെയ്തത്. അത് കഴിഞ്ഞാണ് ഞാൻ മീനും ചെമ്മീനൊക്കെ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ പോലെ എല്ലാവർക്കും നിങ്ങൾ ഏത് മേഖലയിലാണോ അവിടെ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തുടങ്ങാനുള്ള ഏതെങ്കിലുമൊക്കെ ചാൻസ് അവിടെ ഇരിപ്പുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സാറിൻ്റെ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ആയത്, സാറിന് അന്ന് ഉണ്ടായിരുന്നൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇത് തന്നെയാണ്. അല്ലെങ്കിൽ സാറിന് ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വരും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. എന്നാൽ ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോസ്തീറ്റ പഠിച്ചിട്ട് നമ്മൾ ഏത് കെട്ടിടം കെട്ടാൻ പോണേ, ടാൻ തീറ്റയും കോസ്തീറ്റ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ പഠിച്ചത് ടാൻ തീറ്റ, കോസ്തീറ്റ, പൈതഗോറസ് തിയറം ഇതൊക്കെ പഠിച്ചു. എന്നാൽ നമുക്കിന്ന് ജീവിതത്തിൽ അത് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ടെന്ന് എല്ലാവരുടെയും ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ ഫിനാൻഷ്യൽ ഒരു സൈഡ്, എക്കണോമിക്സ് നമ്മൾ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല. അതിനെപ്പറ്റി സാറിന് എന്ത് തോന്നുന്നു? അത് അറിഞ്ഞിരിക്കണ്ടേ നാളെ നമുക്കൊരു ബിസിനസ് എല്ലാം തുടങ്ങണമെങ്കിൽ? അമ്മ പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടിയ ആളാണ്. മാർക്ക് നല്ലോണം കിട്ടി, പക്ഷെ ആ മാർക്കും കൊണ്ട് നമുക്ക് മാർക്കും ഇല്ലായിരുന്നു, കുറെ തല്ലും കൊണ്ടുണ്ട്. സൈനെ, കോസെ, ടാനെ, ലസാഗുമൊക്കെ എന്തിനാണ് ഇതെന്നെ പഠിപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയാൻ പറ്റും. എനിക്കിന്നുവരെ ജീവിതത്തിൽ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലുമൊക്കെ അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അവരതുകൊണ്ടായിരിക്കാം ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെയും അവരെയും ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ സിസ്റ്റം വേർതിരിക്കേണ്ടതായിരുന്നു. ആ വേർതിരിവില്ലാത്തതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ അപാകത എന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് തിരിച്ചറിവാവുന്നത് ഒരു പ്രായം എത്തുമ്പോഴാണ്. അപ്പം നമ്മൾ റിഗ്രറ്റ് ചെയ്യും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഒരു +2 വരുമ്പോഴാണ് എന്തെങ്കിലും കുറച്ചെങ്കിലും ഇഷ്ടം വെച്ച ഒരു ഗ്രൂപ്പെങ്കിലും മാറിയെടുക്കാൻ പറ്റുന്നത്. വിദേശ രാജ്യങ്ങളൊക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ആകുമ്പോഴേ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് അവൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ആ വഴിയിലേക്ക് തിരിച്ചു വിട്ടുപോയി കഴിഞ്ഞു. നമ്മൾ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നയാളും എൻജിനീയർ ആകാൻ ആഗ്രഹിക്കുന്നയാളും ബിസിനസ്സുകാരൻ ആഗ്രഹിക്കുന്ന ആളും എല്ലാവരും പഠിക്കും, ഒരേ പുസ്തകം പഠിക്കും. ഒരു സമയം കഴിഞ്ഞിട്ടാണ് അവനിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നത്. അതിനു മുമ്പേ നമ്മളെ തിരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ഏത് മേഖലയിലുള്ളവരും ഇതിനേക്കാൾ കുറച്ചൊരു പ്രഗത്ഭരായി മാറിയേനെ എന്നാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ അതുകൊണ്ടൊരു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അല്ല ഇന്ത്യയിൽ അടിമുടി മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം നമ്മൾ നോക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എല്ലാവരും. ഇന്നത്തെ ഏത് ആൾക്കും വിജയിക്കാം. കാണാപ്പണം പഠിച്ചെഴുതാൻ ഒരാൾക്ക് അറിയാവോ? ഏത് കോഴ്സും പഠിക്കാം അല്ലേ? അതാണ് നമ്മുടെ സാധനം. അത് ചോദിക്കുന്നത് നമ്മളിപ്പോൾ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന എത്ര പേര് ഇതിനോടൊരു താല്പര്യം കാണിച്ച് ഇറങ്ങുന്നു എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആയ കാര്യമാണ്. MBA കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പറയാനുണ്ട്. MBA കുറിച്ച് ഞാൻ കഴിഞ്ഞിടയ്ക്ക് കോട്ടയത്ത് ഒരു കോളേജ് ക്ലാസ് എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 8 വർഷമായിട്ട് MBAയുടെ സിലബസ് മാറ്റിയിട്ടില്ല. 8 വർഷം മുമ്പുള്ള MBA സിലബസ് പഠിച്ചൊരു പയ്യൻ ഇപ്പോൾ പുറത്തുനിന്ന് അവന് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തുണ്ടായി. പണ്ട് 8 വർഷം കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് 1 കിലോയാണെങ്കിൽ ഇന്ന് 8 വർഷം കഴിഞ്ഞ് 8000 കിലോയുടെ ചേഞ്ച് ഉണ്ടായി അല്ലേ? ഓരോ ദിവസം ഓരോ മിനിറ്റ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. 8 വർഷം മുമ്പുള്ള MBA സിലബസ് പഠിച്ചിട്ട് അവൻ പുറത്തിറങ്ങുന്നെന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സിസ്റ്റം അടിമുടി മാറ്റി എഴുതണം. അപ്ഡേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പം തന്നെ അറിയാം, നമ്മൾ കമ്പ്യൂട്ടർ പണ്ട് നമ്മുടെ നാട്ടിലായിരുന്നു കമ്പ്യൂട്ടർ. ഇന്ന് ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മൾ അതിനെയൊക്കെ പുറകോട്ട് വലിച്ചു കളഞ്ഞില്ലേ? അപ്പോൾ അവരൊക്കെ കയറിപ്പോയി. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിട്ട് ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ട്രെയിനിങ്ങിന് പോയിട്ടാണ് അവൻ എവിടെയെങ്കിലും രക്ഷപ്പെടുന്നത് അല്ലേ? നമ്മൾ തന്നെ കളഞ്ഞാണത്. അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടാവും, യൂണിയനുകളുണ്ടാവും, ഇവിടുത്തെ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഉണ്ടാവും അതിന് കാരണക്കാർ, ഞാനടക്കം. ഇതെല്ലാം പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് കോഴിക്കോടാണ് ഇല്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ കോഴിക്കോട് തന്നെ മാനുഫാക്ചറിങ്? നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും തുടങ്ങാം. ബിക്കോസ് ഇപ്പം ഫ്രഷ് ടു ഹോമിൻ്റെ വൈഡ് സ്പ്രെഡ് ആണ്. ദെൻ വൈ കേരളം? നല്ലൊരു ചോദ്യം. ഈ പറഞ്ഞ പരാധീനതകൾക്കെല്ലാം ഇടയിലും ഇതിനൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അമ്മുവിനൊരു ബിസിനസ്സുകാരി ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അമ്മു അത് കേരളത്തിൽ തന്നെ തുടങ്ങണമെന്ന് ഞാൻ പറയും. എന്താണെന്നറിയോ? ഇത്രയും അധികം തടസ്സങ്ങളെ നേരിടുന്ന ഒരു സ്ഥലം ലോകത്ത് പറയില്ല. ഇംഗ്ലീഷിൽ പറയല്ലേ, മൈൻഡ് നീഡ്സ് ഒബ്സ്റ്റക്കിൾസ് ടു ഡെവലപ്പ് ഇറ്റ്സ് പവർ എന്നാണ്. ആ തടസ്സങ്ങളെല്ലാം നിങ്ങൾ നേരിടും. നിങ്ങൾ ഇവിടെയാണ് കച്ചവടം ചെയ്ത് പഠിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി കച്ചവടം ചെയ്യാം. ഇത്രയും ബിസിനസ് പഠിക്കാൻ പറ്റിയ പാഠശാല കേരളം പോലെ വേറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഉപയോഗിക്കണം എന്നതുകൊണ്ട് തന്നെയാണ്. അതിൽ കുറച്ച് കാരണങ്ങളും കൂടി പറയോ? എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ? ഇപ്പം ഞാൻ പറയാം. ഞാനൊരു ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഒരു പേപ്പറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാം ഒരു പഞ്ചായത്ത് ചെന്ന് വെച്ചു. എന്തായിരിക്കും എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ പറയുമില്ല ഏകജാലകാണ് അതിജാലകാണ്, ഏത് ജാലകം പറഞ്ഞാലും ഓരോ ഉദ്യോഗസ്ഥനും നമ്മൾ എത്രത്തോളം വലിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇപ്പം ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. ബിസിനസ് ഫ്രണ്ട്ലി ആവണം എന്നുള്ള ഒരു ഇതാണ് സാർ പറഞ്ഞു വരുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ നാട് ഇന്ന് ഒത്തിരി സ്റ്റാർട്ടപ്സിനെയൊക്കെ ഇങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാണുന്നില്ലേ നമ്മൾ? പക്ഷെ അതൊക്കെ വളരെ നല്ലതാണെന്നാണ് സാർ? ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. എനിക്കിപ്പോൾ സന്തോഷമാണ്. കാരണം ഇപ്പോൾ എന്നെ ഇവിടെ വിളിച്ചിരുത്തില്ലേ, ഒരു ബിസിനസ്സുകാരനായി എന്നെ ഇവിടെ വിളിച്ച് നിങ്ങൾ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ എന്തൊക്കെയോ അംഗീകാരം ഉള്ളതുകൊണ്ടല്ലേ, ആരൊക്കെയോ കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ. ഒരു 10 വർഷം മുമ്പാണെങ്കിലോ, 10 വർഷം മുമ്പ് ഇന്ത്യയിലെ ബിസിനസ് അല്ല കേരളത്തിലെ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഏതോ ഒരുത്തൻ അല്ലേ, ഞങ്ങളെയൊക്കെ ചൂഷണം ചെയ്ത് ഊറ്റിക്കൊണ്ട് പോകുന്ന ഒരുത്തൻ എന്ന ലെവലിൽ നിന്ന് ഇന്ന് കേരളീയ സമൂഹം നമ്മളെ അവിടുന്ന് മാറ്റി ഇങ്ങനൊരു ചെയറിൽ കൊണ്ട് ഇരുത്തിയില്ലേ. ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് നല്ല സൈനാണ്. അതുകൊണ്ട് ലോകം ഭരിക്കുന്ന ബിസിനസ്സുകാർ അത് എന്ന് കേരളം മനസ്സിലാക്കുമോ അന്ന് കേരളം പെട്ടെന്ന് രക്ഷപ്പെടും, ഉറപ്പായിട്ടും. അമ്മു എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് പേര് പറയും ഒരു ദിവസം? അതിനേക്കാൾ എത്ര പ്രാവശ്യം ഇലോൺ മസ്കിന്റെ പേര് പറയല്ലേ? അതിനേക്കാൾ എത്ര പ്രാവശ്യം ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും പേര് പറയും? ലോകം ഭരിക്കുന്ന ബിസിനസ്സാണ്. അത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ അന്ന് നിറം മാറും. ഞാൻ സാർ അത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ബിസിനസ്സിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ്. നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് കാശ് കൊടുത്തിട്ടാണെങ്കിലും ചീത്ത കേട്ടിട്ടാണെങ്കിലും നമുക്ക് മോട്ടിവേഷൻ വേണം. ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനോട് സാറിന് എന്ത് തോന്നുന്നു? അത് വേണോ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് കീപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ? അതിന് 2 സൈഡുണ്ട്. PT ഉഷ എന്ന് പറയുന്ന ഓട്ടക്കാരി അറിയോ? അറിയാം. പിന്നെ PT ഉഷയ്ക്ക് ഒരു കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ച് PT ഉഷയുടെ കോച്ച് എന്ന് പറയാൻ PT ഉഷയെ ഓടാൻ പഠിപ്പിക്കുന്നവരല്ലേ. അപ്പൊ ആ പുള്ളിക്ക് ഓടിയാൽ പോരായിരുന്നു. മീൻസ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. മെസ്സിക്ക് കോച്ചുണ്ട്. മെസ്സിയേക്കാൾ നല്ല ഫുട്ബോൾ കളിക്കാനെങ്കിൽ അയാൾ കളിച്ചാൽ പോരായിരുന്നു. രണ്ടും 2 ലെവലാണ്.
കളിക്കാരനൊന്ന് വരെ കോച്ച് എന്ന് പറയും. ആ കളിക്കാരന് ഒരു പക്ഷേ ഒരു കോച്ചാകാൻ പറ്റില്ല, ഒരു കോച്ചിന് പക്ഷേ ഒരു നല്ലൊരു കളിക്കാരനാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ബിസിനസ്സിലും നിങ്ങൾക്ക് ഒരുപക്ഷെ കോച്ചാകാൻ പറ്റുന്ന ചിലരുടെ ഉപദേശങ്ങളും ചിലർ കേൾക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷെ അത് ഏത് തരത്തിലുള്ളത് കേൾക്കണം, ഏത് വേണം എനിക്ക് എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് നമ്മൾ അടച്ച് നമുക്കതിനെ കോച്ചുകളെ മുഴുവൻ കുറ്റം, അങ്ങനെയാണെങ്കിൽ ഞാൻ പി ടി ഉഷയുടെ കോച്ച് പി ടി ഉഷയേക്കാളും നല്ല ഓടുന്ന ആളല്ലല്ലോ. നമ്പ്യാർ സാറ് പി ടി ഉഷയേക്കാളും വളരെ പതിയെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ആ നമ്പ്യാർ സാറിൽ നിന്നാണ് ഉഷ ഉണ്ടായത് അല്ലേ എന്ന് പറയുമ്പോൾ നമ്പ്യാർ സാറിന് അതിനകത്ത് റോളുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലും ഉണ്ടാവും. പക്ഷെ അതിന്റെ നല്ല വശവും ചീത്ത വശവും മനസ്സിലാക്കി തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. ഇതുപോലെ എനിക്ക് സാറിന്റെ ത്രൂ ഔട്ട് സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ സാറ് പലപ്പോഴും പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടായത്, അതേപോലെ എനിക്ക് വേണ്ടിയിട്ടാണ് കൊച്ചിൻ ബൈപ്പാസ് പോലും വന്നത്. അപ്പോൾ ഈ മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഡെഡിക്കേഷനും പാഷനും എല്ലാം പറയുന്നതിനപ്പുറം പല ആളുകളും ഐ എം മാനിഫെസ്റ്റിംഗ് ഫോർ ദാറ്റ് ഡേ എന്ന് പറയുന്നൊരിതുണ്ട്. സാറിന്റെ ലൈഫിൽ അത് എത്രത്തോളം നല്ലതായി വന്നു? ഞാനത് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ അമ്മ ചിരിച്ചു കാണും അല്ലേ, ഇയാളാരെ, ഇയാൾക്ക് വേണ്ടിയാണ് കൊച്ചിൻ എയർപോർട്ട് ഉണ്ടായത്. ഇല്ല, എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി കൗതുകം തോന്നി. അത് പറയണമെങ്കിൽ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് പറഞ്ഞപ്പോൾ എവിടെ പൈലോക്കോയിലുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളെന്ത് അത് പൈലോക്കോയിലോ പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ആദ്യം അത് കേൾക്കുന്നത്. പക്ഷെ അത് ശരിയാണെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ ലോകം മുഴുവൻ അതിനുവേണ്ടി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അത് അയാളുടെ ഭാഗ്യം എന്ന് പറയാം. ശരിയാണ്. ഭാഗ്യം വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് പെടും. അതിനെയാണ് മറ്റുള്ളവർ അവൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷെ അവൻ ഇത്രയും ഓടി വന്നത് കൊണ്ടാണ് അത് വന്നതെന്ന് പറയുന്നില്ല. ബെന്യാമിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിശബ്ദ സഞ്ചാരങ്ങൾ. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ വളവിലൂടെ, നിങ്ങൾ ആ ഇരുട്ട് പിടിച്ച വളവിലൂടെ നടന്നു പൊയ്ക്കോളൂ. ഏതെങ്കിലും ഒരു വളവിൽ നിങ്ങൾക്കായി ഒരു മെഴുകുതിരിവട്ടം ഇരിപ്പുണ്ടാവും, ഒരു സംശയമില്ല അതിന്. അപ്പോൾ ആ ഒരു മെഴുകുതിരിവട്ടം കാണണമെങ്കിൽ നിങ്ങൾ ആ ഇരുട്ടത്തൂടി ആ വളവിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഇരുട്ട് കണ്ട് പേടിച്ച് മാറി നിന്നാൽ, അല്ലെങ്കിൽ നടത്തം നിർത്തിയാലോ കിട്ടില്ല നിങ്ങൾക്ക്. അപ്പം ഞാനത് പറഞ്ഞത്, ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയായി ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ നെടുമ്പാശ്ശേരി എന്നൊരു എയർപോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തുടങ്ങാനേ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം, അതൊക്കെ ഒത്തിരി ചിലവുകൾ വരുമ്പോൾ എനിക്കത് മുതലാകേണ്ടി വരും. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എൻ്റെ ആഗ്രഹത്തിന് പ്രകൃതി ഒരുക്കി വെച്ച് തന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊച്ചിൻ എയർപോർട്ട് എനിക്ക് വേണ്ടി തുടങ്ങിയതാണ്. ബൈപ്പാസ്, ഞാൻ ഈ കക്കയിറച്ചി കച്ചവടം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെമ്മീനും മീനൊക്കെ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ വണ്ടികളെല്ലാം വരുന്നത് കൊച്ചിയിലെ ബൈപ്പാസിലൂടെ അരൂരുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തിണ്ണേക്കട എന്ന് പറയുന്നത് എന്നെ തേടി വന്നുകൊണ്ടേയിരുന്നു. അന്ന് ബൈപ്പാസ് ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയി ഇന്നേനെ? അതിനു മുമ്പും വണ്ടി വരുന്നില്ല എന്ന് വേണം ചോദിക്കാം. പക്ഷേ അത്രയും സൗകര്യമായിട്ട് എനിക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും, തോമ്പടിക്ക് പോകണമെങ്കിൽ റൈറ്റ് പോയാൽ മതി, അരൂർ ചന്ദ്രൻ ലെഫ്റ്റ് പോയാൽ മതി, എല്ലാത്തിനും എനിക്ക് കറക്റ്റ് ഒരു സെൻറ്ററിൽ ഒരു പോയിന്റ് വന്ന് വീണതാണ് അവിടെ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടായതാണ്. ദൈവം ഉറപ്പായിട്ടും. ഇതെല്ലാം പറയുമ്പോഴും ഒരു വലിയൊരു നേട്ടം ഫ്രഷ് ടു ഹോമിൻ്റെ ആമസോൺ ഇൻവെസ്റ്റ് ചെയ്ത ആദ്യത്തെ കേരളത്തിലെ ഒരു സംരംഭം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷകളും വളർന്നിട്ടുണ്ടാവും ഫ്രഷ് ടു ഹോമിൻ്റെ. അതേപോലെ തന്നെ ഒരു ഭയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ വളർന്ന് ഇനി മുന്നോട്ട് വരണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഫ്രഷ് ടു ഹോം എക്സ്പാൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡ്രീംസ്? ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ആമസോൺ ആയാലും അമേരിക്കൻ ഗവൺമെൻറ് DFC ആയാലും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴേ അവരാരും നമ്മുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ. അവരെന്തിനാണ് വരുന്നത്? ഞങ്ങൾ മുടക്കുന്ന പൈസ ഇത്ര വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ഇരട്ടയായി തിരിച്ചു കൊണ്ടുപോകാം എന്ന വിശ്വാസത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടീം ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. മീൻസ് അവരോട് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയെ സബലീകരിക്കേണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾ സബലീകരിച്ചില്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയോ? ഞങ്ങൾക്ക് ചിലപ്പോൾ കുഴപ്പമൊന്നും പറ്റില്ല, ഞങ്ങളുടെ പിന്നാലെ വരുന്നവർക്ക് വളരെ വലിയ നെഗറ്റീവ് പോയിന്റുകളുണ്ടാകും. അതായത് കേരളത്തിൻ്റെ കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികൾ വാക്ക് പറഞ്ഞാൽ വളർച്ച പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത ടീമുകളാണ് എന്നൊരു ധാരണ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ അത് എൻ്റെ പിന്നാലെ വരുന്നവരെ വളരെ നെഗറ്റീവായി ബാധിക്കും. ഈവൻ ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, പല കമ്പനികളും, വലിയ കമ്പനികൾ ഭയങ്കര താഴത്തോട്ട് പോയില്ലേ, അതെല്ലാം ഞങ്ങളടക്കമുള്ള കമ്പനികളെ വളരെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്.
ഇന്ത്യയിൽ ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും ഇന്ത്യയിൽ വളർന്നു വരുന്ന പല സ്റ്റാർട്ടപ്പുകളെയും പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിരുന്ന പലരെയും അത് പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഫണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം ഇരട്ടിയായി എന്നാണ് അർത്ഥം. അത് ഞങ്ങളുടെ കമ്പനിയുടെ വളർച്ചയും ഇൻവെസ്റ്റ്മെൻറ്റുകാരന് പൈസ കൊടുക്കുന്നതിനും അപ്പുറത്തേക്ക് എൻ്റെ പിന്നാലെ വരുന്ന എൻ്റെ തലമുറയോടുകൂടി എനിക്കൊരു കടപ്പാടുണ്ട്. അവർക്കും എൻ്റെ പാതയിലൂടെ വന്ന് എന്നേക്കാൾ വലിയൊരാകാനുള്ളൊരു ചാൻസാണത്. അത് ഞാനോ ഫ്രഷ് ടു ഹോമായിട്ട് നശിപ്പിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിച്ചും പോകുന്നത്. എന്നാൽ പോലും ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്കും അബദ്ധങ്ങൾ പറ്റാം, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അവരുടെ പ്രതീക്ഷകളെ സബലീകരിച്ച് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഫ്രഷ് ടു ഹോമിൽ ആദ്യമായി പൈസ നിക്ഷേപിച്ചവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ തിരിച്ച് പൈസ എടുത്തുകൊണ്ട് പോകായിരുന്നു ഇപ്പോഴത്തെ വാല്യുവേഷൻ അനുസരിച്ച്. ഞങ്ങളുടെ ഒരു സന്തോഷവും വരും തലമുറയ്ക്കുള്ള പ്രയോജനവും ഇതുവരെ ഒരു ഇൻവെസ്റ്ററും ഫ്രഷ് ടു ഹോമിൽ നിന്ന് 5 പൈസ തിരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായിട്ടില്ല. സാർ ഇതെല്ലാം പറയുമ്പോൾ ജോയ് ആലുക്ക സാർ ഉണ്ടല്ലോ, നമ്മുടെ ജോയ് സാർ പണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഞാനില്ലെങ്കിലും സിസ്റ്റം ഉണ്ട്. ഇപ്പം എൻ്റെ കണ്ണെല്ലായിടത്തും എത്തണമെന്ന് നിർബന്ധമില്ല. സിസ്റ്റം ഉള്ളപ്പോൾ അത് അങ്ങനെയും മുന്നോട്ട് പോകും. എന്നാൽ ചില ബിസിനസ്സുകാർ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഞാൻ അവിടെ എൻ്റെ കണ്ണെത്തിയാലേ ഈ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ആവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അതിനോട് സാർ ഇങ്ങനെ പറയുന്നു. അതൊരു പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിലുള്ള ഒരു കുഴപ്പമാണ്. ഞാൻ തന്നെ നോക്കിയാലേ ഇതൊക്കെ ശരിയാവുള്ളൂ, വേറെ ആരും നോക്കിയാലും ശരിയാകില്ല. പണപ്പെട്ടി എൻ്റെ സീറ്റിൻ്റെ അടിയിലായിരിക്കും. മനസ്സിലായി? അങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് പോയാൽ നമുക്ക് വളർച്ച ഉണ്ടാകില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. നമ്മൾക്ക് വളരണമെങ്കിൽ നിങ്ങൾ പണപ്പെട്ടിയൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണം. അതിന് നിങ്ങൾ തയ്യാറാകണം. പണ്ടായിരുന്നു കാരണന്മാർ പറഞ്ഞു ഓരോ പൈസ നിൻ്റെ കൈ കൂടി തന്നെ പോകണം. കാരണം കൈ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അറിയാൻ വഴിയില്ലായിരുന്നു. ഇന്നതല്ലേ, ഇന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10 പൈസ ആരെങ്കിലും എടുത്തു അപ്പോൾ SMS വരും നിങ്ങൾക്ക്, ഇല്ലേ? ആ സെക്കൻഡ് വരും നിങ്ങൾക്ക് SMS. അങ്ങനത്തെ എല്ലാ ടെക്നോളജി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ധീരുഭായ് അംബാനി ഗുജറാത്തിൽ വന്നിട്ട് ജോലിയൊക്കെ പുറത്ത് വിദേശ ജോലി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് വർക്ക്ഷോപ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ വർക്ക്ഷോപ്പുകാരെല്ലാവരും ഓരോ നെറ്റും ബോൾട്ടും എല്ലാം അവരുടെ സീറ്റിൻ്റെ അടി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് അവൻ കയറി ഇരിക്കുന്നത്. എന്നിട്ട് ഓരോ പണിക്കും അവൻ എണ്ണിയാണ് 1, 2, 3 കൊടുക്കും. അവൻ ഇന്നും ആ പെട്ടിപ്പുറത്തിരിപ്പുണ്ട്. അദ്ദേഹം 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഓരോ ദിവസം ഇത്ര പണിയുണ്ട് ഇവിടെ, അപ്പോൾ ആവറേജ് ഇത്ര നെറ്റ് വേണം, ഒരു വണ്ടി പോകണമെങ്കിൽ ആവറേജ് ഇത്ര നെറ്റ് ചിലവാകും. അവനൊരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു കണക്കുണ്ടാക്കി, ഒരു പയ്യനെ ഏൽപ്പിച്ചുമ്പോൾ ഇതാ നിൻ്റെ ഇരിക്കട്ടെ, നീ നോക്കിയോളാൻ പറഞ്ഞു. അവൻ അടുത്ത വർഷം തുടങ്ങാൻ പോയതുകൊണ്ട് അവനിങ്ങനെയായിരുന്നു. അപ്പം നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിശ്വസിക്കാതെ, അങ്ങനത്തെക്കാരെ ഏൽപ്പിക്കാതെ, നമ്മുടെ ബിസിനസ്സുകാരെല്ലാവരും ചെയ്യുന്ന ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈനംദിന കാര്യങ്ങളിൽ ആണ് നമ്മളെപ്പോഴും സമയം ചെലവഴിക്കുന്നത്. ഫ്രഷ് ടു ഹോമിൽ ഒരു ദിവസം ഏകദേശം 3000-ഓളം ക്യാഷ് പേയ്മെൻറ്റുകൾ പോകുന്നുണ്ട്. ഞാനോ ഷാനോ എൻ്റെ കോഫൗണ്ടേഴ്സ് എല്ലാവരും കൂടി തീരുമാനിക്കുവാണ് ഓരോ ദിവസത്തെയും ക്യാഷ് പോണ വൗച്ചറെല്ലാം ഞങ്ങൾ തന്നെ ഒപ്പിട്ടേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാളത്തെ ഫ്രഷ് ടു ഹോമിനെ ചിന്തിക്കാനേ പറ്റില്ല. ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അടുത്ത വർഷം എന്തായിരിക്കണം ഫ്രഷ് ടു ഹോം, അടുത്ത 6 മാസം കഴിയുമ്പോൾ എവിടെ നിൽക്കണം, അടുത്ത 1 വർഷം കഴിയുമ്പോൾ ഫ്രഷ് ഹോം എവിടെയൊക്കെ ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഞങ്ങൾ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നേ ഇല്ല. കാരണം അതിനൊരു സിസ്റ്റമുണ്ട്, അത് ആ സിസ്റ്റം ഡ്രൈവ് ചെയ്തോളും. അങ്ങനെ ഒരു സിസ്റ്റം ഡ്രൈവ് ചെയ്യാൻ പാകത്തിൽ എന്ന് നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ആക്കാൻ പറ്റുമോ എങ്കിലേ നമുക്ക് മറ്റൊന്നിലേക്ക് വളർന്നു പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ പെട്ടിപ്പുറത്ത് തന്നെ ഇരിക്കേണ്ടി വരും. കൊറോണ വന്ന സമയത്താണെങ്കിലും ബാക്കിയുള്ള സമയത്താണെങ്കിലും ഫ്രഷ് ടു ഹോമിനെ ഒത്തിരി ബാധിച്ചിട്ടില്ല, ഇല്ലേ? അതൊരു സത്യമാണ്. നമ്മുടെ ബിസിനസ് മൂവ് ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് സ്ട്രാറ്റജീസ് ആണ് അവിടെയൊക്കെ ബിൽഡ് ചെയ്തിരുന്നത് ആ ഒരു സമയത്തും ഓവർകം ചെയ്യാൻ? ആക്ച്വലി ഫ്രഷ് ടു ഹോം 2 വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്. ആദ്യം അതിജീവിച്ചത് നോട്ട് നിരോധനമായിരുന്നു. ഈ ഞാൻ പറയണത് നോട്ട് നിരോധനമായാലും കൊറോണ ആയാലും എല്ലാ ബിസിനസ്സുകാരുടെയും മുമ്പിൽ ഇനിയും വരും പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഒബ്സ്റ്റക്കിൾസ് ഇങ്ങനെ വന്ന് നിൽക്കും. പക്ഷേ അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. എല്ലാത്തിൻ്റെ പിന്നിലും ഒരവസരം കിടപ്പുണ്ട്. ഏത് തടസ്സത്തിൻ്റെ പിന്നിലും ഒരു അവസരമുണ്ട്. ആ അവസരത്തെ നമ്മൾ കണ്ടെത്തണം. അവിടെയാണ് നമ്മുടെ വിജയം. നോട്ട് നിരോധനം വന്നപ്പോൾ എന്തായിരുന്നു ഫ്രഷ് ഹോമിൻ്റെ അവസരം എന്നറിയോ? ഫ്രഷ് ഹോമിന് 3 ലക്ഷം രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ 65% ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. 35% ആൾക്കാർ മാത്രമേ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം 2 ദിവസം 3 ദിവസം പൈസ എല്ലാം തീർന്നു. ഞങ്ങളുടെ 65% ആൾക്കാരെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. മീൻസ് ഞങ്ങൾ ഈ 100% ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്റ്റാഫുണ്ട്, കമ്പനിയുണ്ട്, വണ്ടികളുണ്ട്, എല്ലാ ചിലവുണ്ട്. ഞങ്ങളുടെ ബിസിനസ് 35%-ലേക്ക് താഴുവാണ്. അപ്പോൾ ഒന്നുകിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും പോയി നിന്നു പോകും. അങ്ങനെ ഞങ്ങൾ അന്ന് കണ്ടുപിടിച്ചൊരു സാധനമുണ്ട്. അമ്മുനൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, നമ്മുടെ പഴയ ചായക്കടയിലും ബാർബർ ഷോപ്പിലൊക്കെ ചോക്ക് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്ന് രൊക്കം നാളെ കടം. അതായത് ഇവിടെ കടമില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്, ഇന്ന് രൊക്കം നാളെ കടം. ഞങ്ങൾ ആ സമയത്ത് ഈ സാധനത്തിനടുത്ത് നിന്ന് തിരിച്ചിട്ട് ഇന്ന് കടം നാളെ രൊക്കമെന്നാക്കി. എന്നിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് മുഴുവൻ SMS ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള മീനും മീറ്റും മേടിച്ചോ, പൈസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തു. ഒരു എഗ്രിമെൻറ്റും ഇല്ല. ഇതിനകത്ത് റിസ്ക് ഉണ്ട്. ഞങ്ങളത് ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ 65% ആൾക്കാർ പോകും, കമ്പനി എവിടെ ചെന്ന് ഇടിച്ചു നിൽക്കും. ഞങ്ങൾ ഇത് ചെയ്താൽ അവർ പൈസ തിരിച്ചു തന്നില്ലെങ്കിലോ എന്നാലും എവിടെ പോയി ഇടിച്ചു നിൽക്കും. റിസൾട്ട് രണ്ടും ഒന്നാണ്. ഇതിനൊരു ഒരു ചാൻസ് ഉണ്ട് നമുക്ക്, അപ്പുറത്തേന് ചാൻസ് ഇല്ല. എത്ര നാൾ കൊണ്ട് പൈസയാവും ആൾക്കാരായാലും ഒരു പിടിയില്ല. ഇതിന് പക്ഷേ ഒരു ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമുക്ക് കയറി പോവാം. പിന്നെ ഞങ്ങളുടെ അതുവരെയുള്ള ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണോ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നത് അതിനേക്കാൾ നന്നായി അവർ തിരിച്ചു പെരുമാറുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞങ്ങൾ ധൈര്യപൂർവ്വം ആൾക്കാർ കടം മേടിച്ചതാണ്. 2 കാര്യങ്ങളവിടെ ഉണ്ടായി. ഒന്ന്, ഞങ്ങളന്ന് എത്രയോ കോടി രൂപ മുടക്കിയിട്ടാണ് ഞങ്ങൾ 3 ലക്ഷം രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ആക്കിയത്. ആ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അത് കഴിഞ്ഞപ്പോൾ 6,20,000 മാറി. ഞങ്ങളന്ന് ലാസ്റ്റ് മൈൽ ഡെലിവറി കൊടുത്തുകൊണ്ടിരുന്നത് ഒരു ഡെലിവറിക്ക് 56 രൂപയായിരുന്നു. അത് 42 രൂപയോ 36 രൂപയായിട്ട് കുറഞ്ഞു. കാരണം എങ്ങും പൈസയില്ല. പക്ഷേ ഞങ്ങളുടെ ചില കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലേക്ക് എന്നും മീനും മീറ്റും ഒക്കെ വരുന്നു. അപ്പോൾ അയൽവാസികൾ ചോദിക്കാമെന്ന്, ഇത് ഇവിടുന്ന്, അത് ഞങ്ങളുടെ കമ്പനി പൈസ വേണ്ട, അവർക്ക് ആവശ്യമുള്ള മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമോ? പിന്നെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ രജിസ്റ്റർ നിങ്ങൾ മേടിച്ചോ. അങ്ങനെ ഞങ്ങൾ പോലും അറിയാതെ ഒരു പൈസ പോലും മുടക്കാതെ ഞങ്ങളുടെ 3 ലക്ഷം രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് 6,20,000 വളർന്നു. ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് 5-8 ഓർഡറായി കയറിപ്പോയിരുന്ന ഫസ്റ്റ് ഹോമിൻ്റെ ഡെലിവറി പോയി 20-40 ഓർഡറായിട്ട് കയറാൻ തുടങ്ങി. അത് നിങ്ങൾ റിസ്ക് എടുത്തു. പക്ഷെ അതിന്റെ ഫലം കണ്ടു മാത്രമല്ല, അപ്പോഴും റിസ്ക് ഉണ്ട്. ഈ പൈസ ആൾക്കാർ തിരിച്ചു തന്നില്ലെങ്കിൽ അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. 99.8% പൈസയും ഞങ്ങൾക്ക് തിരിച്ചു വന്നു. അതാ ഞാൻ പറഞ്ഞത്, കസ്റ്റമേഴ്സിനോട് നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് നിൽക്കുന്നത് അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ അവർ നമ്മളോട് നിൽക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. നമ്മൾ ഫിനാൻഷ്യൽ മാറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വരവറിഞ്ഞ് ചിലവ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഈ അടുത്ത് തന്നെ നമ്മുടെ ഒരു മലയാളി സംരംഭകൻ തന്നെയാണ്, ഹി വാസ് ഇൻ എ പീക്ക് പൊസിഷൻ, പെട്ടെന്നൊരു ഡൗൺഫോൾ വന്നു. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാനൊരു താല്പര്യം ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി സാർ എങ്ങനെ അനലൈസ് ചെയ്യുന്നു? അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം സാമ്പത്തികം കൈകാര്യം ചെയ്തതിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മയാണ്. അത് ഞാനിപ്പോൾ ഫ്രഷ് ഹോം തുടങ്ങിയപ്പോഴല്ല, സ്വീറ്റ് ഹോം തുടങ്ങിയപ്പോഴല്ല, ഇതിനു മുമ്പും ഞാൻ ബിസിനസ് തുടങ്ങിയ കാലത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഒരു കമ്പനിയുടെ, എൻ്റെ ചെറിയ രീതിയിലുണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും എൻ്റെ കമ്പനിയുടെ പണപ്പെട്ടി ഞാൻ ഇന്നുവരെ സൂക്ഷിച്ചിട്ടില്ല. പണപ്പെട്ടി ഏൽപ്പിക്കാൻ ഒരാളുണ്ടാവും. എനിക്ക് 100 രൂപ വേണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങും, 100 രൂപ എൻ്റെ അധികം വന്നാൽ അങ്ങോട്ട് കൊടുക്കും. ഈ ഫ്രഷ് ഹോം ആയപ്പോഴല്ല, ഇതിന് മുമ്പും ചെറിയ രീതിയിൽ ഞാൻ കച്ചവടം ചെയ്യപ്പോഴും. അതൊരു പക്ഷേ എൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും. അത് വലിയൊരു അറിവായിരിക്കും. ബിക്കോസ് ആളുകൾ ഇനിയെങ്കിലും ഫോളോ ചെയ്യണം എന്ന് നമ്മളൊന്ന് ഊന്നി പറയും. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് പോയപ്പോഴേ ഞാനൊരു ചോദ്യം ചോദിച്ചു. എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ വന്നിട്ട് തലേ ദിവസം നടന്ന മുഴുവൻ അക്കൗണ്ടിലും നോക്കി എല്ലാ വൗച്ചറും കൃത്യമായി ഒപ്പിട്ട് പോകുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കുറച്ചുപേർ വളരെ അഭിമാനത്തോടെ കൈവക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാന്ന് പറഞ്ഞു. മീൻസ് അവർ ആ ഡേ ടു ഡേ കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. അങ്ങനെയുള്ളവർക്ക് നാളെക്കുറിച്ച് ചിന്തിക്കാനും വളരാൻ അവർക്ക് പറ്റിയല്ല. അവരെ കുറ്റം ഒരു കാര്യമില്ല, അവർ ശീലിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് അത്തരം ശീലങ്ങളെ മാറ്റിവെച്ചിട്ട് പണപ്പെട്ടി ആരെങ്കിലും ഏൽപ്പിക്കൂ, നിങ്ങൾ നാളെയെക്കുറിച്ച് ചിന്തിക്കൂ. 3 മാസം കഴിഞ്ഞ് എന്താവണമെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു പോകും. അല്ല നിങ്ങൾ പണപ്പെട്ടിയും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന് നമ്മുടെ ചിന്ത എന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് മാറുന്നോ അന്നേ നമുക്ക് വേറെ ലെവലിലേക്ക് വളരാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.